ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അടീനിയം പൂക്കൾ നിറയെ പൂത്ത് നിൽക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പം നിങ്ങൾ നിറച്ച് പൂക്കളാകുമ്പോഴുള്ള വീഡിയോ കൂടി ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ വേനലിൽ പൂക്കളെല്ലാം കഴിഞ്ഞപ്പം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നു. ആ ചെടിയാണേ ഇത്. ഈ പ്രാവശ്യം നിറയെ ഒരു 16 പൂക്കളെങ്ങാനും ഇതിൻ്റെ മുകളിലുണ്ട്. മുട്ടടക്കം ഇനിയും വിരിയാനുണ്ട്. ഇപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ഇതിൻ്റെ മുകളിൽ വിരിഞ്ഞിട്ടുണ്ട്, ഈ ഒരൊറ്റ സ്റ്റെമ്മിൻ്റെ മുകളിൽ. ഇനിയും കൂടുതൽ മുട്ടകളുണ്ട്. ഇതിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്ത വളമൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ചെടി നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എന്നാലേ അടുത്ത വർഷം നന്നായിട്ട് പുതിയ സ്റ്റെമ്മ് വന്നിട്ട് അതിൽ നിറയെ മുട്ടുകളും വരികയുള്ളൂ. അത് കണ്ടില്ലേ, നല്ല മുട്ടായി, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടാണ്. എല്ലാം ഫ്ലവർ ആവാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഈ ഒരൊറ്റ സ്റ്റെമ്മിലാണ് ഇത്രയും പൂക്കൾ വിടർന്നിട്ടുള്ളത്. ഈ ചെടി ഇങ്ങനെ നന്നായിട്ട് പൂവിടണമെങ്കിൽ നമ്മൾ ഈ ചെടിക്ക് പ്രൂണിങ് നിർബന്ധമായിട്ടും ചെയ്യണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയൊരു സ്റ്റെം ഉണ്ടാവുകയോ അതിലേക്ക് നിറയെ മുട്ടുകൾ വരികയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ ചെടി ഇങ്ങനെ നീളം വെച്ചിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ, പൂക്കൾ കുറവായിരിക്കും. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളാണ് വരിക. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ല വെയിലത്താണ് ചെയ്ത് കൊടുക്കേണ്ടത്. വെയിലുള്ള സമയം, നല്ല വേനൽക്കാലത്ത്. മഴയുള്ള ടൈമിലൊക്കെ ചെയ്താൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ അഴുകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം ഒരു തണലിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. അതായത് കണ്ടില്ലേ, ഇത് പ്രൂൺ ചെയ്തിട്ട് കഴിഞ്ഞ വർഷമാണ് പ്രൂൺ ചെയ്തത്. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പോട്ടി മിക്സ് മാറ്റി കൊടുക്കാൻ പാടില്ല. അതും കൂടി ആകുമ്പോൾ ചെടിക്ക് ഭയങ്കര ക്ഷീണം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇതങ്ങനെ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മെഴുകുതിരി ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ വെള്ളമൊന്നും അതിലേക്ക് ഇറങ്ങിപ്പോവില്ല, തണ്ട് ചീഞ്ഞും പോവില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു സ്പൂൺ അളവിൽ മതി കേട്ടോ, കൂടുതലാവാൻ പറ്റില്ല. ഇനിയും കുറച്ചുകൂടി പ്ലാന്റ്സ് മുട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം നട്ടുപിടിപ്പിക്കുന്ന വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിലും നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇതും പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതിന് പക്ഷേ ഒരൊറ്റ സ്റ്റെമ്മേ പിന്നെ വന്നിട്ടുള്ളൂ, കൂടുതൽ വന്നിട്ടില്ല. ഇനി ഈ പ്രാവശ്യം പൂ കഴിഞ്ഞിട്ട് വേണം ഒന്നും കൂടി പ്രൂണിങ് നടത്താൻ. ഇത് നല്ല കട്ട ടൈപ്പുള്ള അഡീനിയം പ്ലാന്റ് ആണേ. നല്ല ഡാർക്ക് മെറൂൺ കളറാണിത്. ഇതിൽ നന്നായിട്ട് എല്ലാ വർഷവും പൂവിടാറുണ്ട്. അടുത്തതൊരു പിങ്ക് ഡബിൾ പെറ്റൽ തന്നെ വരുന്ന അഡീനിയാണേ. ഇത് വലിയൊരു പൂവാണ്. ഈ ചെടി കുറച്ച് പ്രൂൺ ചെയ്തിട്ടും നന്നായിട്ട് നീണ്ടിട്ടാണ്, ഇങ്ങനെ നീണ്ട് വന്നു പോയിട്ടുണ്ട്. ഇനി ഇതെടുത്തത് കുറച്ചും കൂടി നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് നടത്തേണ്ടതാണ്. എന്നാലേ ഇനി കരുത്തോട് കൂടിയിട്ട് പുതിയ ബ്രാഞ്ചുകളൊക്കെ വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.